Hi guys, welcome to my YouTube channel. So today we are going to Black Forest. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ജർമ്മനിയിലൊരു സൗത്ത് വെസ്റ്റ് ആയിട്ട് വരുന്ന ബാഡൻ വുട്ടൻബർഗ് എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വരുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഫ്രാൻസ് ആൻഡ് സ്വിറ്റ്സർലൻഡ്. സോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അലോങ് വിത്ത് മൈ 2 ഫ്രണ്ട്സ് ആൻഡ് മൈ ഹസ്ബൻഡ് ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ്. സോ ബ്ലാക്ക് ഫോറസ്റ്റ് കാണാനാണെങ്കിൽ കുറേ ഉണ്ട്, ബട്ട് വി ആർ ഇൻ ട്രിബർഗ്. ട്രിബർഗ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു സിറ്റിയിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ട്രിബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് വന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്, കാരണം ഫുള്ളി ഇങ്ങനെ മൗണ്ടൻസും പിന്നെ ഈ വീടുകളൊക്കെ വരണത് ഇങ്ങനെ ഈ മൗണ്ടൻസിൻ്റെ മുകളിലായ കാരണം ഭയങ്കര അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതിപ്പോൾ ട്രിബർഗ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ട്രെയിൻസിൻ്റെയും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസാണ് അവിടെ അവർ വെച്ചേക്കുന്നത്. തൊട്ടപ്പുറത്തെ ഒരു റൂമിലൊരു ആനിമേഷൻ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല. സോ ഇനി നമുക്ക് ഒരു 2 ഡേയ്സ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു എയർബിഎൻബി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണം പോകാൻ. പക്ഷേ നമ്മൾ വന്നേക്കേണ്ട ഒരു പബ്ലിക് ഹോളിഡേ കാരണം നമ്മളിവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ജർമ്മനിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ അല്ലെങ്കിൽ സൺഡേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വില്ലേജ് പോലത്തെ സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം പാടാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ച അവസാനം നമ്മുടെ എയർബിഎൻബിയുടെ അടുത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് ചെയ്തത്, കാരണം നമ്മൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ സൗത്ത് ജർമ്മനിയിലത്തെ മെയിൻ ഒത്തൻറ്റിക് ആയിട്ടുള്ള ക്യുസീനാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനെടുത്തത് മൗൾട്ടാഷൻ, അതൊരു കൈൻഡ് ഓഫ് ഒരു ഡംപ്ലിംഗ് ആണ്. പിന്നെ ഷ്നിറ്റ്സൽ, പിന്നെ വേറെ എന്തായിരുന്നു, ഷ്നിറ്റ്സലും പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിന്നെ വരുന്നതാണ് ഈ കുക്കു ക്ലോക്ക്. ഈ കുക്കു ക്ലോക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ കാണുന്ന ഓരോ പീസിനും ഏകദേശം എനിക്ക് തോന്നും കുറച്ച് വലിയ കുക്കു ക്ലോക്കിന് ഒരു 1200 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉള്ളതാണ് വരുന്നത്. അതായത് ഒരു 1,00,000 അതിന് മുകളിലുള്ള ക്ലോക്കുകളാണ് നമ്മൾ കാണും. ഈ ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഫാസിനേഷൻ തോന്നിയിട്ടുള്ളൊരു ക്ലോക്കാണ് ഈ കുക്കു ക്ലോക്ക്. ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് ടൈം ഇത് കണ്ടേക്കുന്നത്. അപ്പോൾ ഈ 12 അല്ലെങ്കിൽ 1 അതിൽ ഈ കുക്കു വരും, പിന്നെ ഒരു പ്രത്യേക ഒരു മ്യൂസിക്കും വരും. അപ്പോൾ അത് ഒരു ഡ്രീം ക്ലോക്ക് തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു ബഡ്ജറ്റിലുള്ളൊരു ക്ലോക്കും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ പോയത്. പിന്നെ ഇപ്പോൾ നമ്മളുള്ളതൊരു വാട്ടർഫാൾസിലാണ്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് എന്താ പറയുക, നമ്മൾ ഈ കലണ്ടറിലൊക്കെ കാണും പണ്ട് ഇങ്ങനെ ചില സീനറീസ്. അപ്പോൾ നമുക്കങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഓഫ് കോഴ്സ് ഞാൻ ഇങ്ങനത്തെ ഈ നേച്ചർ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുറച്ചധികം ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂഷ്വലി അങ്ങനെ ഫോണെടുത്ത് അങ്ങനെ കുറേ ഷൂട്ട് ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ്. കാരണം ജസ്റ്റ് ലിവ് അറ്റ് ദ മൊമെൻറ്റ് എന്നുള്ളൊരു സംഭവമാണ് എൻ്റെ മൈൻഡിൽ വരിക. പക്ഷെ ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം നമ്മൾ ഫുൾ ട്രെക്ക് ചെയ്തിട്ട് വേണം ഇത് കയറണം. കാരണം ഇവിടെ ഫുൾ മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ആയ കാരണം കുറേ നടന്ന് നമ്മൾ കാലറീസൊക്കെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇവിടുത്തെ ഒത്തൻറ്റിക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. സംഭവം ഭയങ്കര അടിപൊളിയാണ്, കാരണം നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കേ അല്ല. ഈ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ ഇന്ന് നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ബേക്കറിയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സോ ഇവിടെ ഇപ്പോൾ ഉള്ളത് ബുട്ട ബ്രെഡ്സലും പിന്നെ ഒരു കോഫിയാണ് എടുത്തേക്കണേ. ബുട്ട ബ്രെഡ്സൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. യൂഷ്വലി ഇത് കുറേ പേർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഈ സൗത്ത് ജർമ്മനിയിലത്തെ കിട്ടുന്ന ഈ ബുട്ട ബ്രെഡ്സൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എന്താ റീസൺ എനിക്കറിയില്ല, മേ ബി അതിൻ്റെ ബട്ടർ ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം, കാരണം ഈ നോർത്തിൽ എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രിബർഗ് ഞങ്ങൾ താമസിച്ചിരുന്ന എയർബിഎൻബിയുടെ അടുത്ത് നമുക്കൊരു മിനിയേച്ചർ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ അവർ കുറേ മിനിയേച്ചർ പീസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ട്രാൻസ്പോർട്ടേഷൻ, അവർ ട്രെയിനിൻ്റെ, പിന്നെ ബോട്ട്, പിന്നെ കാറുകൾ, അങ്ങനെ ഭയങ്കര കാണാൻ എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു മ്യൂസിയമായിരുന്നു. കാരണം ഞാനിങ്ങനത്തെ മിനിയേച്ചർ മ്യൂസിയംസ് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല.
അതായത് അതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂസിയംസ് ഒന്നും കണ്ടിട്ടില്ല. യൂഷ്വലി നമ്മൾ ഇങ്ങനെ ഒരു മ്യൂസിയത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഒരു സിറ്റിയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ വേർഷൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ അതിൽ മൂവ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ വീണ്ടും അവിടെ നിന്ന് ബസ് എടുത്തിട്ട് ഇവിടുത്തെ വേൾഡ്സ് ഫസ്റ്റ് ലാർജസ്റ്റ് കുക്കു ക്ലോക്കിൻ്റെ ഒരു സ്ഥലമാണ്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് അത് കുക്കു ക്ലോക്കിൻ്റെ ആ ഒരു മെക്കാനിസം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ആക്ച്വലി കുക്കു പുറത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ പോണ പോലെ എനിക്ക് തോന്നുന്നു സൗത്ത് ജർമ്മനിയിലത്തെ ഒരു പ്രത്യേകതയാണ്. എവിടെ ഫ്രെയിം വെച്ചാലും ഭയങ്കര ഭംഗിയാണ്, കാരണം ഫുൾ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലാണോ വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും അത്രത്തോളം കഴിക്കും. പിന്നെ ഇവിടുത്തെ സൗത്തിലത്തെ വേറെ ഒരു ഫേമസ് ആണ് ആപ്പിൾ സ്ട്രൂഡ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസേർട്ടാണ്. സോ നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു റോഡൽ ബാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ റോളർ കോസ്റ്ററിൻ്റെ ഒരു വേറെ വേർഷനാണ്. പക്ഷേ നമ്മൾ ഇതിൽ എന്താ പറയുക, ഒന്നെങ്കിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ രണ്ടാളായിട്ട് പോകാൻ പറ്റും. പിന്നെ ബ്രേക്കും ആക്സിലേറ്ററും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. അതാണ് വേറൊരു പ്രത്യേകത. ഞാനിത് ഫസ്റ്റ് ടൈം മാത്രമേ പോയുള്ളൂ, കാരണം എനിക്കിത് കുറച്ച് സ്കെയറി ആയിട്ട് തോന്നി. കാരണം ചില സ്ഥലത്ത് എന്താ പറയുക വീഡിയോയിൽ അത് കാണാൻ പറ്റില്ല, കാരണം കുറച്ചധികം എന്താ പറയുക മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം നമുക്ക് അത്ര ക്ലിയർ അല്ല വീഡിയോയിൽ. പിന്നെ ഓൾറെഡി നമ്മളിത് റൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനും അലൗഡ് അല്ല. സോ ഇന്ന് ഡേ 3 ആണ്. സോ നമ്മൾ ഈ ട്രിപ്പ് ഫുൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ ഫുള്ളിങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു തീർക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ കാണുക, പിന്നെ ഒരു റിലാക്സേഷനാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഈ ട്രിബർഗ് എന്നുള്ളൊരു സിറ്റി മാത്രമാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെയും കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. സോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടിറ്റിസി എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ട്രിബർഗ് സിറ്റിയിൽ നിന്ന് നമ്മൾ വേറൊരു ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് ആ സിറ്റിയിലോട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ഫുൾ ഗ്രീനായിട്ട് നമ്മളിങ്ങനെ പറയില്ലേ പച്ചപ്പും ഹരിതാവും, അതുപോലത്തെ ഒരു സീനിക് ബ്യൂട്ടി തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന സമയത്ത് ഇത് അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം ഈ ചൂട് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ചൂടാണ്. ഈ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത കാരണം നമുക്കിങ്ങനെ പൊള്ളി പോണ പോലത്തെ ഒരു ചൂടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം ആയതുകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഫോക്കസ് ലഞ്ചാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ്. ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മളെവിടെ ട്രിപ്പ് പോകണമെങ്കിലും നമ്മുടെ ഒരു സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ഫുഡ് തന്നെ ഇത് കഴിച്ചു തീർക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു, പക്ഷേ ടേസ്റ്റ് വൈസ് എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ അങ്ങനെ അധികം കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ലേക്ക് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് അങ്ങനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ലേക്ക് ജസ്റ്റ് കാണുക, പിന്നെ ഫുഡ് കഴിക്കുക, അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു നമ്മുടെ കോട്ടൺ ക്യാൻഡിയുടെ മെഷീൻ കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു കോട്ടൺ ക്യാൻഡി മെഷീൻ കാണുന്നത്. വേറെ ഇങ്ങനത്തെ കുറേ മെഷീൻസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ നമുക്കിങ്ങനെ ഡിസൈനൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, പല പല ഫ്ലവറിൻ്റെ ഷേപ്പ് അങ്ങനെ. എനിക്ക് തോന്നുന്നു കിഡ്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കിഡ്സിനാണെന്നില്ല, എനിക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല ഫുള്ളി. അതായത് കോട്ടൺ ക്യാൻഡി മെഷീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള കോട്ടൺ ക്യാൻഡി. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു കുട്ടിത്തം ഉണരും തോന്നുന്നു. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇത്ര എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ലേക്കിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഐസ് കഴിക്കാൻ പോയി. ഐസ് മീൻസ് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിൽ ഐസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു 3 day ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിപ്പ്.
ഇതിപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ റീസൺ എനിക്ക് ചെറുപ്പം തൊട്ട് ഇങ്ങനെ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു നോട്ടിൽ ഇങ്ങനെ എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡോ അങ്ങനെ തൊട്ട് ഈ സ്കൂൾ ട്രിപ്സിനൊക്കെ പോണ സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ഹാബിറ്റാണ്. പിന്നെ അത് വലുതായി കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. I hope you guys like my video. If you like my video, please do like and comment. So that's all. See you in next video. Take care. Bye bye.